ഹലോ, എല്ലാവർക്കും ലിംസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നെയ്ച്ചോറും ചിക്കൻ കറിയും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം പാത്രം അടുപ്പത്ത് വെച്ച് ഓയിലും കുറച്ച് നെയ്യും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചൂടായതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സവാള അതേ നെയ്യിൽ തന്നെ വഴറ്റിയെടുക്കാം. സവാള വാടി വന്നതിന് ശേഷം സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ബേ ലീവ്സ്, ഏലക്ക ഇവയൊക്കെ ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കാം. അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം പച്ചമുളക് പേസ്റ്റും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഫ്രൈ ചെയ്യാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ഒന്ന് ആഡ് ചെയ്യാം. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. അരിയും ആഡ് ചെയ്യാം. എത്ര അരി എടുക്കുന്നുവോ അതിൻ്റെ ഡബിൾ വെള്ളം ചേർത്താൽ മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമുക്കിത് തിളപ്പിക്കാം. അരി ഇപ്പോൾ ഹാഫ് വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് നിന്ന് ഇത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഗാർണിഷ് ചെയ്യാം. മല്ലിയിലയും അതുപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മേലെ കുറച്ച് നെയ്യും ആഡ് ചെയ്ത് നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു 10 മിനിറ്റ്സിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറ് റെഡിയായി കഴിഞ്ഞു. അടുത്തതായി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാനായി കാശ്മീരി ചില്ലി പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കാം. കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. കുറച്ച് കളർ പൗഡറും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഒരു 1 hour എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ ചിക്കനും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഗ്രേവി ഉണ്ടാക്കാനായി ആദ്യം പാത്രത്തിൽ നമുക്ക് ഓയിൽ ഒഴിച്ച് സവാള നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം. സവാള വഴന്നു വന്നതിന് ശേഷം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറുന്ന വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഉള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നല്ല രീതിയിൽ വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് മതിയാവും. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്.
അതുപോലെ മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നീട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഉപ്പിന് കുറച്ച് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അവസാനമായി ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ചിക്കൻ ഗ്രേവിയും റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതെന്തായാലും പരീക്ഷണത്തിന് കിട്ടിയത് ഞങ്ങളെയാണ്. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയണം. കഴിച്ചു നോക്കിയിട്ട് ബാക്കി പറയാം. നന്നായിട്ടുണ്ട്. എന്തായാലും പരീക്ഷണമാണെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാവരും വീട്ടില് ഷെയർ ആയിട്ടും ട്രൈ ചെയ്യും.